എന്താ മലയാളത്തിൽ പറയുന്ന മാതിരി ചില ചൊല്ലുകളുണ്ട്. ആ ചൊല്ലുകളെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ഈ പ്രവർത്തനം. ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിയുടെ നാക്ക് യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ സംസ്കാരം വെളിപ്പെടുത്തുന്നു. സച്ചിൻ, താങ്കളും പറഞ്ഞല്ലോ പോകാൻ പാടില്ലായിരുന്നു. ഇത് പറയാൻ താങ്കൾ ആരാണ് സർ? ഇന്ന് കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ചൈനയല്ല, ഇത് ഭാരതമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുമതിയില്ലാതെ ചൈനയിലെ ക്രിസ്തീയ സഭകൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇന്ന് വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറഞ്ഞ KCBCയുടെയും യാക്കോബ സഭയുടെയും കത്തോലിക്ക മെത്രാൻ സഭയുടെയും പ്രതിനിധികളും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലും പറഞ്ഞ മാതിരി, എന്താണ് മിസ്റ്റർ ബലദേവ്, AKG സെന്ററിൽ പോയി അനുമതി എടുത്തിട്ട് വേണോ? CPMന്റെ ആഫീസിൽ പോയിട്ടോ ഇടതുപക്ഷത്തിന്റെ ആഫീസിൽ പോയിട്ടോ വേണോ ഇവർ അനുമതി തേടിയിട്ട് വേണോ ഇവർ ഇവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുന്നിടത്ത് പോകാൻ അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നിടത്തേക്ക് പോകാൻ ഞങ്ങളുടെ അനുമതി വേണമെന്ന് പറയാൻ നിങ്ങൾ ആരാണ് സർ? ഇതിനകത്തത് മാത്രമല്ല അനിൽ നമ്പ്യാർ, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഈ മനുഷ്യന്റെ സംസ്കാരത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കുന്തം, കൊടച്ചക്രം, മറ്റു പല പ്രസ്ഥാനങ്ങള് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള പ്രവർത്തനങ്ങള് എനിക്ക് തോന്നുന്നു MM മണിയുമായിട്ട് മത്സരിക്കുന്ന ഒരു ക്യാരക്ടർ ആവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവാം. അത് അദ്ദേഹത്തിന്റെ കാര്യം. ഇനിയിപ്പോ ബൽദേവിനെ പോലുള്ള ആളുകളുടെ ഈ ഒരു ആക്രോശത്തിന്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണ്? ഞാൻ 1-2 സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഗോവ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അതിനൊപ്പം നിന്നു. മണിപ്പൂര്, ഇപ്പൊ ഇവര് പറഞ്ഞ മണിപ്പൂര്, ആ മണിപ്പൂരിലെ കുക്കി, മെയ്തി വിഭാഗത്തിൽ 2 വിഭാഗത്തിലും ക്രൈസ്തവരുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട നിരവധി പേരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാരും MP-മാരുമായിട്ട് വന്നു. ഇനി സച്ചിൻ ബലദേവ് അവിടെ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അവിടുത്തെ വസ്തുതകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് അറിവിന് വേണ്ടി പറയുന്നു. ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് സ്റ്റേഷ്യസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മണിപ്പൂരിൽ ഇന്ന് നടക്കുന്നത് എന്താണ്? 1993 750 പേർ മരിച്ചു വീണപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട സർക്കാർ അവിടെ എടുത്ത നടപടികളെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് മതപരമല്ല, തികച്ചും ഗോത്രവർഗ കലാപമാണ്. 2 വിഭാഗത്തിലും പെട്ട ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. 2 വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്, 2 വിഭാഗത്തിലും മറ്റു വിഭാഗക്കാരുണ്ട്. പരസ്പരം ആക്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്കൊക്കെ എടുക്കുമ്പോൾ ബലദേവെ കുറച്ച് ചരിത്രവും വർത്തമാനവും വാർത്തയും ഒക്കെ ഒന്ന് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ഇനി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വന്നാൽ, ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ കാല അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് നൽകുന്നത്. അപ്പൊ കേരളത്തിൽ നമ്മുടെ പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു ബൽദേവ്. അവിടുത്തെ റിസൾട്ട് അല്ല പ്രധാനം. അതോടൊപ്പം ത്രിപുരയിലെ ബോക്സാ നഗറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബൽദേവിന്റെ അറിവിലേക്ക് ഞാൻ പറയാം, 66% മുസ്ലിങ്ങളുള്ള തഫ്ജൽ ഹുസൈനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച അവിടെ സിറ്റിംഗ് സീറ്റാണ്. പിതാവ് മരണപ്പെട്ടു, മകനെ സ്ഥാനാർത്ഥിയാക്കി, 66% മുസ്ലിങ്ങളാണ്. നിങ്ങൾക്കറിയുമോ അവിടെ ഇടതുപക്ഷത്തിന് കിട്ടിയത് 3909 വോട്ടാണ്. അവിടെ ജയിച്ചത് 68,000-ൽ പരം വോട്ടുകളുമായിട്ട് BJP ആണ്. തീർന്നില്ല. ബോക്സാ നഗറിന്റെ തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് കർണാടക തെരഞ്ഞെടുപ്പ്. ബാഗേപ്പള്ളി ഇടതുപക്ഷത്തിന് ശക്തിദുർഗമായിരുന്നു. ഡോക്ടർ അനിൽകുമാർ സിറ്റിംഗ് MLA, കിട്ടിയ വോട്ട് 19,000, ജയിച്ചത് BJP. കോലാർ ഗോൾഡ് ഫീൽഡ് സിറ്റിംഗ് MLAക്ക് കിട്ടിയത് 1008 വോട്ട്, നോട്ടയേക്കാൾ കുറവ്. അന്ന് UPയിലെ രാംപൂർ 19 തവണ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രം ജയിച്ചു പോകുന്ന ഒരു മണ്ഡലം. അവിടെ അവസാനം ജയിച്ചത് അസം ഖാൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുണ്ടല്ലോ. തന്റെ സ്വതസിദ്ധമായ ഈ സജി ചെറിയാനെ പോലെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി അദ്ദേഹത്തെ അയോഗ്യനാക്കി. 19 തവണയും ജയിച്ചിട്ടില്ല ആ മണ്ഡലത്തിൽ. 20ാമത്തെ തവണ ഇടതുപക്ഷവും ഒക്കെ പിന്തുണച്ചിട്ടും അവിടെ BJP ജയിച്ചു. ഞാൻ കണക്ക് നീട്ടി പറയുന്നില്ല. ഏറ്റവും അവസാനം 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഇടതുപക്ഷത്തിന് കിട്ടിയത് 4 സംസ്ഥാനങ്ങളിലും 1% താഴെ വോട്ട്. രാജസ്ഥാനിലെ സിറ്റിംഗ് സീറ്റുകൾ ദുംഗാർഡും ബാദ്രിയും 0.94% വോട്ടുമായിട്ട് അതിദയനീയമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തകർന്നപ്പോൾ
ആകെ പ്രതീക്ഷ അർപ്പിക്കുന്ന അവശേഷിക്കുന്ന മണ്ണാണ് ഈ കൊച്ചു കേരളം. ഈ കൊച്ചു കേരളത്തിൽ വളരെ സമർത്ഥമായി സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിയും ചിലരെ പ്രീണിപ്പിച്ചും ഈ മുന്നണിക്കാർ കൈവശം വെച്ച് പോരുകയായിരുന്നു.